യൂട്യൂബ് ലൈവിൽ ഒരുപാട് അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാനും വാച്ച് അവർ കംപ്ലീറ്റ് ആവാനും ഒക്കെ ഉപകരിക്കുന്ന രീതിയിലുള്ള കുറേ അടിപൊളി അപ്ഡേറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പേ എനിക്ക് പറയാനുള്ളത്, പണ്ട് നമ്മൾ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇംഗ്ലീഷുകാരൻ ട്രൗസർ ഇട്ടാൽ അത് ബർമൂഡയും, നമ്മളിട്ടാൽ വള്ളി ട്രൗസറും എന്ന് പറയാറുണ്ട്. പക്ഷേ ലൈവിൻ്റെ കാര്യത്തിൽ പലരും വള്ളി ട്രൗസർ ആവുന്നുണ്ടോ എന്നൊരു സംശയം. അതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് ഇനി വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ എന്തായാലും പറഞ്ഞുതരാം. എന്തായാലും അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആദ്യം പറഞ്ഞുതരാം. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലൈവിൽ കുറേ പുതിയ പുതിയ സംഭവങ്ങൾ യൂട്യൂബ് ആഡ് ആക്കിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ലൈവിൽ ഗെയിംസ് കളിക്കാനുള്ള ഫീച്ചർ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇൻട്രാക്റ്റീവ് ആയിട്ട് ഗെയിം കളിക്കാനുള്ള ഫീച്ചർ മുന്നേ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഏകദേശം 75ഓളം ഗെയിമുകൾ, ആംഗ്രി ബേർഡ്സ് ഒക്കെ പോലുള്ള ഗെയിമുകൾ ചെയ്ത് ആളുകളെ പിടിച്ചിരുത്താനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരാൾ പോയിട്ട് ഈ ഗെയിമും കളിച്ചിരുന്നു കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ ഗെയിമിങ് കളിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന ഗെയിമേഴ്സായുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ ഉപകരിക്കും. പിന്നെ ഉപകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ഇടയിൽ ഒരിടവേളയിൽ ചെറിയൊരു ഗെയിം, അതായത് ചെറിയൊരു ഗെയിം ഇങ്ങനെ കളിക്കുക. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുക. കാരണം ബോറടി മാറും കിട്ടുക. കാരണം എന്നെയൊക്കെ സംബന്ധിച്ച് ലൈവിൽ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനിങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക, അതിന് മറുപടി ഇടുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ ബോറടിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ വേണമെങ്കിൽ നമുക്കൊരു ഗെയിമൊക്കെ വെച്ച് കളിച്ച് ഇങ്ങനെ ആളുകൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ മറുപടി പറയാം. പക്ഷേ അതിന് വേറെ പ്രശ്നമുണ്ട്. പല ആളുകളും ഈ ലൈവ് ചെയ്യുന്ന രീതിയെ ശരിയല്ല. കാരണം പല ആയുധങ്ങൾ, ഏത് ആയുധങ്ങളായിക്കോട്ടെ, ആയുധങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് നേരെ തന്നെ വരും എന്നുള്ളതാണല്ലോ. അതേപോലെ തന്നെ ലൈവിൻ്റെ കാര്യത്തിൽ സംഭവിക്കുക. ഇനി ഞാൻ എല്ലാ അപ്ഡേറ്റൊന്നും പറയുന്നില്ല, കാരണം കുറേ അപ്ഡേറ്റ് ഉണ്ടാവും. നമുക്ക് ആവശ്യമില്ലാത്തതാണ് കുറേയൊക്കെ. നമുക്ക് ഉപകാരപ്പെടുന്ന അപ്ഡേറ്റുകളാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് വെർട്ടിക്കലി ഹൊറിസോണ്ടലി ലൈവ് ചെയ്യാന്നുള്ളതാണ്. അത് മുന്നേ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് വെർട്ടിക്കലി ലൈവ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൊറിസോണ്ടലി വേണമെങ്കിൽ ആക്കാം. അതിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയോ? നമ്മൾ ഈ ലൈവ് പോകുന്ന സമയത്ത് വെർട്ടിക്കലി ലൈവ് പോകുമ്പോഴാണ് ഷോർട്ട് ഫീഡിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, കൂടുതൽ ആളുകളിലേക്ക് എത്തും. അപ്പോൾ പെട്ടെന്ന് ആളുകൾ വരും. അപ്പോൾ ഏകദേശം ഒരു ആൾക്കാരായി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഹൊറിസോണ്ടലിയുള്ള ലൈവിലേക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഹൊറിസോണ്ടലി ലൈവ് സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതും നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ നമ്മൾ ലൈവിൽ ചെയ്യുന്ന ലൈവ് വീഡിയോസിനെ എന്ത് ചെയ്യും, AI ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം കട്ട് ചെയ്ത് ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് തരും. അതായത് പബ്ലിഷ് ചെയ്യൂല, നമുക്ക് കാണിച്ചു തരും. നമുക്ക് വേണമെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാം. അത് ഓൾറെഡി യൂട്യൂബിലില്ലാന്നേ ഉള്ളൂ, അല്ലാതെ തന്നെ ഈ ഫീച്ചർ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കുറേ പ്രാവശ്യം. അവർ തന്നെ കട്ട് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് തരും. നല്ല രസമാണ് സംഭവം. പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള മൂമെൻറ്റ് ഇവിടെയും പ്രശ്നമുണ്ട്, അതും പറഞ്ഞുതരാം. അപ്പോൾ ഈ 3 അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ലൈവിൽ നമുക്ക് ഈ റിയാക്ട് ചെയ്യാനും മറ്റൊക്കെയുള്ള സംവിധാനം. അപ്പോൾ മറ്റൊരാളുടെ വീഡിയോക്ക് റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നതൊക്കെ ലൈവിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എനിക്ക് പറയുന്നത് എക്സിസ്റ്റഡ് ആയ വീഡിയോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി ഉള്ള വീഡിയോ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ടോപ്പിക്ക് പോലെയായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ടൊരു വീഡിയോ തുടങ്ങുന്നു, അതിൽ റിയാക്ഷനാണ് നിങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലൈവിൽ തന്നെ ഇങ്ങനെ റിയാക്ഷൻ ചെയ്തതിന് ചിലപ്പോൾ നല്ലപോലെ വ്യൂസും വാച്ച് ഓവറൊക്കെ കിട്ടി പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാനും വരുമാനം കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഉപയോഗിക്കണം. എന്നാൽ മാത്രം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ അപ്ഡേറ്റുകൾ വന്നാൽ അതിനെ അതിൻ്റേതായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിനെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാകുന്നത്. ഇത്രയും അപ്ഡേറ്റുകളാണ് എനിക്ക് ഈ മൊത്തത്തിൽ ഉപകാരമായിട്ട് തോന്നിയത്. പക്ഷേ വാച്ച് അവർ കൂട്ടാനും പറ്റും. മോണിറ്റൈസേഷൻ ആയവർക്ക് പൈസ കയറാനൊക്കെ ഇത് എന്തായാലും ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞത്, നേരത്തെ വള്ളി ടൗസറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പല ആളുകളും പിന്നെ ലൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, ലൈവിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പൂവോ ചട്ടിയൊക്കെ കാണിച്ചിട്ട് അവിടെ ഇരിക്കും. ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആളുകൾ ഇത് എന്താണ് കാണേണ്ടത്, ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. ഹൈലൈറ്റ് മൊമെൻറ്റ്സ് ഷോർട്ടാക്കി തരുമെന്ന് പറഞ്ഞില്ലേ, മിക്കവാറും കേരളത്തിലെ ആളുകളുടെ മുമ്പിൽ ആ AI തോക്കാനാണ് സാധ്യത. കാരണം AIക്ക് തന്നെ തിരിവില്ല ഇത് എവിടെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് മൊമെൻറ്റ് കിടക്കുന്നതെന്നുള്ളത്. ഇതായത് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള ലൈവുകളൊക്കെ ചെയ്യുന്ന ആളുകൾ കാര്യം പഴയ പോലെ തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾ ഈ ചട്ടിയും കലമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലവർ കാണിച്ചിട്ടൊക്കെ ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അതുപോലെ കുക്കിംഗ് ചാനൽ ചെയ്യുന്ന ആളുകൾ
ആംഗ്രി ബേർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിം കളിച്ചുകൊണ്ട് ലൈവ് സ്ട്രീം ചെയ്യുന്നത് കൊണ്ടൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല അതൊക്കെ അവരുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. മോണിറ്റൈസേഷനൊക്കെ ആയി കിട്ടുമായിരിക്കും, പക്ഷേ അതിനുശേഷം ആളുകൾ കാണേണ്ട വീഡിയോ. അപ്പം നിങ്ങൾ ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ലൈവിൽ വന്ന് വെറുപ്പിക്കാതിരിക്കുക. എന്നും വരുന്നവന് വിലയുണ്ടാവില്ല എന്ന് പറയില്ല, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവിന് വേണ്ടിയിട്ട് ഒരു സൺഡേയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കുക. എന്നിട്ട് അന്നത്തെ ദിവസം ലൈവിൽ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക. അതായത് എൻ്റെ ചാനൽ എന്താണ് ഈ വീക്കിലി നടന്നത്, എന്തൊക്കെ വീഡിയോ കിട്ടുന്നു, ഒന്നും കിട്ടുന്നില്ലെങ്കിലേ പറയുന്നത്, ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ പറയുക, ഈ വീക്കിൽ എന്തൊക്കെ നടന്നു, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ കുക്കിംഗ് വീഡിയോ എങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ആളുകൾ വന്നോളും, ആളുകൾ കണ്ടോളും. ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ചിലപ്പോൾ ആരും ഇല്ലായിരിക്കാം, പക്ഷേ പിന്നീട് ആളുകൾ വന്നു തുടങ്ങിക്കോളും. അപ്പോൾ സബ് നല്ലോണം കയറി, ലൈവിൽ സബ് കിട്ടും കേട്ടോ, സബ് നല്ലോണം കിട്ടും. പിന്നെ ഇവർ അവതരിപ്പിച്ച ഫീച്ചർ ഓൾറെഡി ഇല്ലാണ്, മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള ലൈവ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ആളുകൾക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആഡാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ വള്ളി ടൗസർ പോലെ ഇംഗ്ലീഷുകാരന് അല്ലെങ്കിൽ വിദേശികൾക്ക് ഇതൊരു ബർമൂഡയാണ്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് വള്ളി ടൗസർ ആവാനാണ് സാധ്യത, കാരണം നമുക്കിതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല. അപ്പോൾ ഇത് എല്ലാവരും കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞ പോലെ മീനിങ് ഫുള്ളായിട്ടുള്ള ലൈവ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാച്ച് അവറും കൂടും, സബും കൂടും. അതിനെക്കൊണ്ട് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. അപ്പം ലൈവിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഞാൻ ചിലപ്പോൾ വിട്ടുപോയതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് ചോദിച്ചാൽ മതി, മാക്സിമം മറുപടി തരാൻ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ് ചെയ്യാത്ത ആളുകൾ സബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.